السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اذكروا محاسن موتاكم. صدق رسول الله صلى الله عليه وسلم. നാം ഏവരും ഇന്ന് ഈ ക്ലാസിൻ്റെ സമാപനം ഇങ്ങനെ ഒരു വേദിയാക്കുന്നത് നമുക്കൊരിക്കലും മറക്കാനാകാത്ത, നമ്മുടെ ഈ സ്ഥാപനം 93 സ്ഥലം വാങ്ങിയത് മുതൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതിനു മുമ്പും കൊണ്ടോട്ടിയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ആയിരുന്ന ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരെന്ന് നമ്മളാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മേലങ്ങാടിയിലും പരിസരത്തും 2 അക്ഷരം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന മഹാവ്യക്തിയായിരുന്നു അദ്ദേഹം. മാനു. കാലിൻ്റെ ചുവപ്പ് മാറാത്ത കുട്ടി പോലും നമ്മളെ മാനു എന്ന്, പിന്നെ മുസ്ലിയാർ എന്നോ ഉസ്താദ് എന്നോ മൗലവി എന്നൊന്നും അതിൻ്റെ കൂടെ ചേർക്കേണ്ടതില്ല. അങ്ങനെ പരിചയപ്പെടുത്താനോ വിലാസത്തിൻ്റെയോ അഡ്രസ്സിൻ്റെയോ ആവശ്യമില്ലാത്ത ആ മഹാവ്യക്തി, അവരെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം വലിയ പരിപാടി ആക്കേണ്ടതാണ്. പക്ഷേ ഈ ഖുർആൻ ക്ലാസ്സിനേക്കാൾ വലിയൊരു വേദി നമുക്ക് അദ്ദേഹത്തിന് ദുആ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ അനുശോചന ചടങ്ങ് എന്ന നിലക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ 7ാം ദിനവും കൂടി ഒത്തുവന്നതുകൊണ്ട് ഇന്ന് തന്നെ ആക്കാമെന്ന് ധൃതിപ്പെട്ട് മിനിയാന്നാണ് ജുമാൻ്റെ ശേഷമാണ് ഇങ്ങനെ തീരുമാനിച്ചത്. ഏതായാലും നമ്മൾ അതിൽ നമുക്ക് സംബന്ധിക്കാൻ വളരെ ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ താമസ ഏരിയയിലെ 2 കൗൺസിലർമാർ, ബഹുമാനപ്പെട്ട എണ്ണി, അതുപോലെ തന്നെ റഷീദ് സാഹിബ്, രണ്ടും മേലങ്ങാടിയിലെ 2 ഭാഗത്തുള്ള കൗൺസിലർമാരാണ്. 2 പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ മേലങ്ങാടി മഹല്ല്, അതുപോലെ തക്കിയക്കൽ മഹല്ല്, പഴയങ്ങാടി മഹല്ല് അടക്കമുള്ള നമ്മുടെ കൊണ്ടോട്ടിയിലെ മിക്ക മഹല്ലുകളുടെയും നേതൃത്വം വഹിക്കുന്ന രക്ഷാധികാര സമിതിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ തങ്ങൾ അടക്കമുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചതാണ്. അവരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേലങ്ങാടി മഹല്ല് പ്രസിഡന്റ് എണ്ണി അവர்களுം ഇൻഷാ അല്ലാഹ് എത്തിച്ചേരും. എല്ലാവരും ഒരു 2 മിനിറ്റ് അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ച് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുടെ ദുആയോടുകൂടെ നമുക്ക് പിരിയണം. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലും അതുപോലെ ഖബറിങ്ങിലൊക്കെ ഇന്ന് പരിപാടി നടക്കുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും അവിടെ പോയി ദ്വാരന്ന് പോകേണ്ടതാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത സ്കൂളിലായിരുന്നു ഞാനും എണ്ണിയൊക്കെ പഠിച്ചത്. അന്നു മുതൽ ആ വലിയ താടിയും രൂപമൊക്കെ ഉള്ള ആ വ്യക്തി പ്രഭാവത്തെ നമ്മൾ കാണാറുണ്ടായിരുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ആ ഗാംഭീര്യം തുടിക്കുന്ന അതെല്ലാം കാണുമ്പോൾ നമുക്ക് അടുക്കാൻ പറ്റിയ ഒരാളാണോ എന്ന് ഒരു പക്ഷേ സംശയിക്കാറുണ്ട്. പക്ഷെ അന്നും ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ പറയാറുള്ളത് മാനു അല്ലെങ്കിൽ സദർ, ഇങ്ങനെയാണ്. എണ്ണിയടക്കമുള്ള അദ്ദേഹത്തിൻ്റെ മദ്രസയിൽ പഠിച്ച് സ്കൂളിലേക്ക് ഞങ്ങളോടൊപ്പം വരുന്ന ആളുകൾ പറയാറുള്ളത് മാനു എന്ന, മാനു ഉസ്താദ് എന്നോ അല്ലെങ്കിൽ മുസ്ലിയാർ എന്നോ. ഇപ്പോഴും അവിടുത്തെ കഴിഞ്ഞ ദിവസം മരിച്ച ദിവസം അവിടെ അനുശോചനം നടന്നപ്പോൾ എല്ലാവരും അതിനപ്പുറം പറയുന്നില്ല, മാനു എന്ന 2 അക്ഷരം. അതിൽ അറിയപ്പെടുന്നത് നമുക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കേരള യാത്രയുടെ മുദ്രാവാക്യമായ മനുഷ്യർക്കൊപ്പം. ഇത് യഥാർത്ഥത്തിൽ അനർത്ഥമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അദ്ദേഹത്തിൻ്റെ
പ്രസ്ഥാന വിഭാഗത്തിൽപ്പെട്ടവരെന്നോ അല്ലാത്തവരെന്നോ യാതൊരു ആണെന്നോ പെണ്ണെന്നോ കുട്ടിയെന്നോ വൃദ്ധനെന്നോ അങ്ങനെ യാതൊരു വിവേചനവുമില്ലാതെ അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കണ്ടു. മാത്രവുമല്ല, അദ്ദേഹം ഒരു പണ്ഡിതനാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം നടന്നിട്ടില്ല. അദ്ദേഹത്തിനും അറിയാം അദ്ദേഹം ഒരു ചെറിയ ഒരു ഇൽമിൻ്റെ ഖാദിമാണ്. അതുകൊണ്ട് ഇതുവരെ ഞാൻ അദ്ദേഹം തലപ്പാവ് ധരിച്ചതായിട്ട് കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ആ രൂപത്തിലേ അദ്ദേഹം നടക്കാറുള്ളൂ. ചിലപ്പോൾ പെട്ടെന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 1000 അല്ലെങ്കിൽ 1000ൻ്റെ അപ്പുറം മയ്യത്ത് പരിപാലനത്തിന് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അത് തന്നെ പേപ്പട്ടി കടിച്ചതായാലും അതുപോലെ മാറാവ്യാധി രോഗങ്ങൾ പിടിച്ചതായാലും അദ്ദേഹത്തിന് യാതൊരു അപരാധിയുമില്ല. ഞാൻ വരൂല എന്ന് പറയുക. നട്ടപ്പാതിരക്ക് 2 മണിക്കാവും 3 മണിക്കാണ് മയ്യത്ത് കുളിപ്പിക്കാൻ മാനു എത്തണം എന്ന് പറഞ്ഞാൽ അത് അവിടെ എത്തും. അത് മേലങ്ങാടി മാത്രമല്ല, ഏത് ദിക്കിലാണെങ്കിലും അവിടെ എത്താൻ തയ്യാറാണ്. ആ രൂപത്തിൽ ജനപ്രീതി നേടി ഒരു ജനകീയനായി എല്ലാ പ്രസ്ഥാനത്തിലും ഇപ്പോൾ പൗരത്വ പ്രശ്നം വന്നപ്പം മുന്നിൽ ജാഥ പിടിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്യവർജന സമിതിയുടെ അതിൻ്റെ മുന്നിലും മാനുവിനെ കാണാമായിരുന്നു. അതുപോലെ അതേ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആദർശമുണ്ട് പ്രാസ്ഥാനികമായി. അതിൻ്റെ ജില്ലാ കമ്മിറ്റിയിലും അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും എല്ലാം സജീവമായി, രഹസ്യമായിട്ടല്ല, സജീവമായി പരസ്യമായി തന്നെ കൊടി പിടിക്കാനും പ്രകടനത്തിൽ നിൽക്കാനും അതുപോലെ സ്റ്റേജിലിരിക്കാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. എല്ലാവരുടെയും ആളായി കൊണ്ടിരിക്കെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും സംതൃപ്തി പിടിച്ചു പറ്റുന്നതോടൊപ്പം തന്നെ എൻ്റെ സ്വന്തം ആദർശത്തിൽ ഞാൻ പരസ്യമായി നിൽക്കുന്നു എന്ന് പരസ്യമായി കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വം നമ്മുടെ കൂട്ടത്തിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. അതും മാനുവിൻ്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ തങ്ങൾക്കറിയാം. അവിടെയുള്ള പ്രസിഡന്റ് ഉണ്ണി അടക്കമുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളാണെന്ന്. അതിന് അദ്ദേഹത്തിന് ക്യാഷും അതുപോലെ ഒന്നും പ്രശ്നമില്ല. മേലങ്ങാടിയിൽ എന്ന് വാത് പറയാൻ ഒരുപക്ഷെ ഒരാഴ്ച മുമ്പ് അവിടെ ചെറുവാടിയിൽ പോയി കീരത്ത് മാഷ ക്ഷണിച്ചത് എനിക്കറിയാം. ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് അവിടെ പോയി അദ്ദേഹത്തെ കണ്ട്, ഇപ്പം പാലമൊക്കെ ഉണ്ട്, അന്ന് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പോയി തിരിച്ച് വന്ന് അടുത്ത വക്തിന് കഥാക്കൂല, കൃത്യനിഷ്ഠ. ആ രൂപത്തിൽ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി അവസാനം അനുശോചന ദിവസം എത്രയോ ഹിന്ദുക്കൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അതുപോലെ മറ്റു ആളുകൾ, മറ്റു പല പ്രസ്ഥാനക്കാർ പ്രസംഗിക്കുന്നത് കേട്ടു. എല്ലാവരും മാനോ എന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം നഷ്ടമാണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഞാൻ ചുരുക്കുകയാണ്. ധാരാളം ആദരങ്ങളടക്കം അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. അവസാനം നമ്മൾ ഷാഫി ഉസ്താദിൻ്റെ ഖുർആൻ ക്ലാസിൻ്റെ 23 വർഷം കൊണ്ട് 30 ജുസ് പൂർത്തിയാക്കിയ വലിയൊരു പരിപാടി ഇവിടെ നടന്നപ്പം അന്ന് നമ്മൾ മദീനയിൽ നിന്ന് വന്ന ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ആണ് അദ്ദേഹം അവസാനത്തെ ആദരവ് നമ്മുടെ പള്ളിയുടെ വക ഏറ്റുവാങ്ങി. പരിശുദ്ധ ഖുർആൻ്റെ ഹോളി ഖുർആൻ അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങിയപ്പോൾ ഇത് അവസാനത്തെ അവാർഡാകുമായിരിക്കും എന്ന് നമ്മൾ കരുതിയിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാൻ വേദി കിട്ടുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അന്ന് നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിനെ ആദരിക്കുകയുണ്ടായി. അങ്ങനെ മസ്ജിദുൽ ഫത്തഹ് അടക്കം കൊണ്ടോട്ടിയിലെ എല്ലാ സംഘടനാ പ്രവർത്തനത്തിലും ഇപ്പോൾ നടക്കുന്ന കേരള യാത്രയുടെ അതിൻ്റെ മുൻനിരയിൽ അദ്ദേഹത്തിൻ്റെ മദ്രസയുടെ ജാഥ നടന്നപ്പം ആ മദ്രസ കേരള യാത്രയുടെ പ്രചാരണം നടത്തിയ അതിൻ്റെ മുന്നിലും ഈ വർഷം ഈ മാസം തന്നെ അദ്ദേഹം കൊടി പിടിച്ചിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം എല്ലാ നിലക്കും അനർത്ഥമാക്കി ജീവിച്ച ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരുടെ ഖബർ അള്ളാഹു തആല വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മരുമകൻ അഷ്റഫ് ICFൻ്റെ മക്കയിലെ നേതാവാണ്. അദ്ദേഹം സദസ്സിലുണ്ട്. അതുപോലെ ICFൻ്റെ മറ്റൊരു നേതാവായ അബ്ബാസ് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ എല്ലാം ഈ സദസ്സിലുണ്ട്. ഇന്ന് 7 ആയതുകൊണ്ട് അവർക്കും നേരത്തെ പോകണം. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ്
രണ്ട് വാക്ക് നമ്മുടെ സയ്യിദ് അവറുകൾ കുഞ്ഞുമോൻ തങ്ങളും എൻ്റെ ക്ലാസ്മേറ്റാണ്. അദ്ദേഹം രണ്ട് വാക്ക് പറയും. അതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ കൗൺസിലറും ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ മെമ്പറുമായിരുന്ന ബഹുമാനപ്പെട്ട ഇണ്ണി, അതുപോലെ പിന്നെ മേലങ്ങാടിയിലെ മറ്റൊരു കൗൺസിലർ ബഹുമാനപ്പെട്ട റഷീദ് സാഹിബ്, അതിൻ്റെ ശേഷം ഉസ്താദ് പ്രസംഗിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് തങ്ങൾ എങ്ങനെ പറയാം, കഴിയണില്ല. കാരണം ജീവിതത്തിൽ ഇത്രത്തോളം മേലങ്ങാടി പള്ളിയെ പറ്റി പറയുമ്പോൾ കഴിയണില്ല. പതിനാറത്തെ വയസ്സിലാണ് മേലങ്ങാടി പള്ളി വരുന്നത്. ഒരു മനുഷ്യൻ്റെ ആ ആയുസ്സിൽ കംപ്ലീറ്റ് മേലങ്ങാടി പള്ളിക്ക് വേണ്ടി ചെലവഴിച്ച മാനു മുസ്ലിയാരെ ഒരിക്കലും തന്നെ പറയുമ്പം എങ്ങനെ അറിയുന്നില്ല. കാരണം എന്തൊരു നാട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും മേലങ്ങാടിയിൽ എന്തൊരുണ്ടായാലും മൂപ്പല ക്ഷമ, അതാണ് മാനു മുസ്ലിയാർ എന്ന് പറഞ്ഞത്. ആർക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ മുന്നിൽ മാനു മുസ്ലിയാർ ഉണ്ടാവും. അത് ജാതി മതം അതൊന്നുമില്ല. മൂപ്പര് അതിൻ്റെതായൊരു ശൈലിയിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് നല്ലവണ്ണം അറിയുന്ന മാനു മുസ്ലിയാർ. കാരണം 16-ാമത്തെ വയസ്സിലാണ് മേലങ്ങാടി പള്ളി ആദ്യമായിട്ട് നിൽക്കുന്നത്. അല്ല മൂപ്പരെ വാപ്പ ആ കാലം മുതൽ തന്നെ പിന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ക്ഷമ, എങ്ങനെയൊക്കെ ആര് എന്ത് പറഞ്ഞാലും ആ ക്ഷമക്ക് നല്ലോണം ക്ഷമിച്ചിട്ട് മാത്രമേ എന്തൊരു കാര്യത്തിനും മൂപ്പര് മുന്നോട്ട് ഇറങ്ങുള്ളൂ. അതിന് ഇപ്പം ഇന്നിക്കൊക്കെ അറിയാം, പലയാത് പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുമ്പോഴും ഒക്കെ മൂപ്പര് ആ ക്ഷമയോട് കൂടിയാണ് എന്തൊരു കൈകാര്യം ചെയ്യൽ. കാരണം എനിക്ക് ഇപ്പോഴും മനസ്സിക്ക് ഒരിതാണില്ല. എന്തൊരു സംഗതിക്ക് ചോദിക്കുകയാണെങ്കിലും മൂപ്പര് ആദ്യം പറയൽ അതൊക്കെ ശരിയാകും, തങ്ങളെ ഒക്കെ ശരിയായിക്കോളും, എന്തൊരു ഇതുണ്ടായാലും നിങ്ങൾ തവക്കലാക്കിയാൽ മതി. അതേപോലെ പള്ളിയുടെ അതേമാതിരി അവിടെ ക്ലീനിങ് എന്തൊരു പ്രശ്നം ഉണ്ടായാലും അത് മാനു അവിടെ ഉണ്ടാവുന്നിടത്തോളം കാലം ഇതില്ല. പിന്നെ ഒരാൾ മരിച്ച് എനിക്കൊക്കെ അനുഭവമുണ്ട്. ഒരു പേപ്പട്ടി കടിച്ചൊരു ഇതെന്താ ഒരു നാട്ടിലുണ്ടായിട്ട് മയത്ത് വിളിക്കുമ്പോഴുള്ള ആ ഒരു ഇതിനു വേണ്ടി മാനു ഉത്സവം സംബന്ധിച്ചും മൂപ്പര് അപ്പം തന്നെ സ്വന്തം ഇതൊന്നും നോക്കാതെ മൂപ്പര് നേരെ പോയതും, അതേപോലെ കോവിഡ് ഉണ്ടായ അന്ന് അത് ആ മയത്തും കുളിപ്പിക്കാനുണ്ടായ എല്ലാ കൈകാര്യങ്ങളും ചെയ്തതും. ഇപ്പം അടുത്ത് ഒരു 5-6 കൊല്ലമായിട്ടുള്ളൂ. ഒരു വ്യക്തി മരിച്ചപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ് ആ മയ്യത്ത് ഒരു റൂമിൽ മരിച്ചിട്ട് നമ്മളെ ഇവിടെ തൊട്ടായിരുന്നു, നമ്മളെ കുടിമരത്തിൻ്റെ അടുത്തുള്ള ഒരു റൂമിലായിരുന്നു തമശിന് മുമ്പ്. ആ മയ്യത്ത് കുളിപ്പിച്ച് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തത് എൻ്റെ മനസ്സിപ്പോഴും ആലോചിക്കാൻ വയ്യ. അത്രയ്ക്ക് ഒരു മയ്യത്ത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അതന്നെ മതി പടച്ചോൻ്റെ അടുത്തേക്ക് മൂപ്പരിക്കുള്ള ഏറ്റവും വലിയൊരിത്. കാരണം അത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തും പല വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട് മൂപ്പര്. പക്ഷെ എന്നാലും എന്നാലും ആ മനസ്സിൻ്റെ ഒക്കെ ആ കരുത്ത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അതേമാതിരി നമ്മളെ സഹാബി പറഞ്ഞ മാതിരി എന്തൊരു കാര്യത്തിനും അവൻ്റെ മനസ്സിൽ ഒരു ഇതുണ്ടായാലും ആ കഴിഞ്ഞാൽ ഞാൻ എന്നിങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അതാണ് ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചോൻ എല്ലാവിധ കയറും വർക്കത്തും ഉണ്ടാക്കി കൊടുക്കട്ടെ, ആഹാരം നന്നായി കൊടുക്കുവാണ്ടെ
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കൗൺസിലറും അതുപോലെ തന്നെ മുൻ ഹജ്ജ് കമ്മിറ്റി അംഗവുമായ ബഹുമാനപ്പെട്ട എണ്ണി 2 വാക്ക് സംസാരിക്കും. മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാനു മുസ്ലിയാരെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് 5 മിനിറ്റ് 2 മിനിറ്റ് ഒന്നും മതിയാവില്ല എന്നെപ്പോലത്തെ ആളുകൾക്ക്. ചിലപ്പോൾ ഞാൻ ജനിച്ച് വീണപ്പോൾ ബാങ്ക് കൊടുത്ത ആൾ ചിലപ്പോൾ മാനുവായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ ആരാണ് ബാങ്ക് കൊടുത്തതെന്ന്. അത്രയും വളരെ ചെറുപ്പത്തിൽ നമ്മളെ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു മാനു മുസ്ലിയാർ. എൻ്റെ ഉസ്താദാണ്, എൻ്റെ പള്ളിയിലെ ഖത്തീബാണ്, എൻ്റെ പള്ളിയിലെ എല്ലാ ഇസ്ലാമിക കാര്യങ്ങളുടെയും മാർഗദർശിയാണ് ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ ഒരു മയം സ്വാഭാവികമായിട്ടും, ഞാൻ ഉസ്താദ് എന്ന് ഇവിടുന്ന് പറയുകയാണ്, ഉസ്താദ് നമ്മൾ വിളിക്കലില്ല. മാനു മാനു, നേരത്തെ ബാവ പറഞ്ഞ പോലെ മാനു മാനു എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ അഭിസംബോധന ചെയ്യാറുള്ളത്. അതാണ് മൂപ്പർക്ക് ഇഷ്ടവും. മൂപ്പർക്ക് ഇഷ്ടവും അതാണ്. അല്ലെങ്കിൽ ഉസ്താദെ എന്നൊന്നും വിളിക്കൊന്നും ഇഷ്ടമില്ല. പക്ഷേ മൂപ്പരെ പല ഉസ്താദന്മാരും, മൂപ്പരെക്കാളും പാണ്ഡിത്യമുള്ള പലരും മൂപ്പരെ ഉസ്താദെ എന്ന് വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട്. കല്യാണ വീട്ടിൽ ചെന്നാൽ, നിക്കാഹിന് അല്ലെങ്കിൽ നിശ്ചയത്തിന് ചെന്നാൽ അധികം ആളും മാനൂനാണ് ദ്വാരക്കാൻ വേണ്ടി. മാനൂനേക്കാളും പാണ്ഡിത്യമുള്ള ആളുകൾ ഉണ്ടാവും സദസ്സിൽ. പക്ഷേ മാനൂൻ്റെ ആ താടിയും മാനൂൻ്റെ ആ സംസാര രീതിയും ഒക്കെ കാണുമ്പോൾ ഉസ്താദങ്ങൾ സംസാരിച്ച് ദ്വാരക്കി. പിന്നെ അത് അവിടെ ഒരു തർക്കം നടക്കലാണ് സാധാരണ. അങ്ങനെ ഉണ്ടാവുമല്ലോ, 2 ഉസ്താദുമാർ 3 ആളൊക്കെ ഉണ്ടാകുന്നൊരു മൂപ്പളമൊക്കെ വേണ്ടിയുള്ള നമ്മുടെ നാട്ടിൽ പറഞ്ഞാലുള്ളൊരു തർക്കമൊക്കെ നടക്കും. അവസാനം മാനൂൻ്റെ തന്നെയാണ് കിട്ടല്. തിരിച്ച് കിട്ടുക മാനൂനെ കിട്ടുക. പിന്നെ മാനൂൻ്റെ ഒരു ദ്വായുണ്ട്. മാനുൻ്റെ ദ്വായക്ക് വേറൊരു പ്രത്യേകതയും കൂടെ. സദസ്സിനനുസരിച്ച് മാനു ദ്വാരക്കുള്ളൂ. ഒരു സദസ്സിങ്ങനെ നോക്കിയിട്ട് കുറച്ച് കൂട്ടാൻ പറ്റുന്നതാണെങ്കിൽ കൂട്ടും, കുറക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറക്കും. ആളുകളുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മാനു. യഥാർത്ഥത്തിൽ മാനുല്ലാത്ത നിക്കാഹും നിശ്ചയവും മുടിയളച്ചിലും ഒന്നും ഞങ്ങളുടെ നാട്ടിലുണ്ടാവില്ല. മാനുവിന് എപ്പോഴും തിരക്കാം, എപ്പോഴും തിരക്കാം. പക്ഷെ ഓട്ടോറിക്ഷയിൽ മാത്രമേ സഞ്ചരിക്കുള്ളൂ. ഒരു നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ മാത്രമാണ് മൂപ്പര് കാറ് കയറുക. മക്കൾക്കൊക്കെ കാറുണ്ടെങ്കിലും ആ കാറൊന്ന് വിടുമെന്ന് മൂപ്പര് പറയാം. മൂപ്പര് ആ സുബൈ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് അവിടെ നടന്ന്, ചിലപ്പം കുറച്ച് ഉറങ്ങലുണ്ടാവും എന്ന് വിചാരിക്കുക, ഒന്ന് ഉറങ്ങി. ഉറക്കമൊക്കെ വളരെ കുറവാണ്. പിന്നെ ആ കൊണ്ടോട്ടിക്ക് ഇറക്കേണ്ട വീട്ടിലേക്കുള്ള സാധനം, മക്കളൊന്നും അങ്ങനെ സാധനം വാങ്ങണേ, മക്കളൊക്കെ അതിലുണ്ടാവും. ഓന് സാധനം വാങ്ങണേ ഞാൻ കണ്ടിട്ടില്ല. മാനു മാർക്കറ്റിൽ പോയി, കടകളിലൊക്കെ പോയി പച്ചക്കറി വാങ്ങി മറ്റൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുകൊടുത്തിട്ട് മൂപ്പർ കുറച്ച് റെസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനാവും. എല്ലാ വക്തിനും മൂപ്പർ പള്ളിയിലുണ്ടാവും. വളരെ അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ മൂപ്പർ ഒരാളെ ഏർപ്പാടാക്കിയിട്ടേ പോവുള്ളൂ. മൂപ്പരെ സാന്നിധ്യം ഇല്ലെങ്കിൽ അസാന്നിധ്യത്തിൽ മൂപ്പർ അവിടെ ആ കർമ്മം പൂർത്തിയാക്കിയിട്ടേ മൂപ്പർ പോവുള്ളൂ. അതാണ് മൂപ്പർ പ്രത്യേകത. മറ്റത് ഏതെങ്കിലും കമ്മിറ്റിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് ബാങ്ക് കൊടുക്കണട്ടോ എന്ന് പറഞ്ഞാൽ പോലെ അവിടെ ഒരു മുഅല്ലിമിനെ ആരെങ്കിലും ഒരാൾ ഏർപ്പാടാക്കി, ഇമാമ് നിൽക്കാൻ ഒരാൾ ഏർപ്പാടാക്കിയൊക്കെ പോവുള്ളൂ. അത്രയും ചെറുപ്പത്തിൽ. പിന്നെ മേലങ്ങാടി പള്ളിയെ പരിപാലിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ മൂപ്പരുടെ പങ്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെയാണ് എൻ്റെ പ്രത്യേകം. മൂപ്പർ അവിടെ അടിച്ചു വാരിയിട്ടുണ്ടാവും, തുടച്ചിട്ടുണ്ടാവും, അവിടെ ഔള് കഴുകിയിട്ടുണ്ട്, അതിനൊക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട്. ആ പള്ളീൻ്റെ പണി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് റഷീദൊക്കെ അന്ന് ആ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് റഷീദിനെ പോലത്തെ ആളുകൾ ചെറുതേക്കാരം. ഒരു യോഗത്തിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം ഈ പള്ളി നന്നാക്കണമല്ലോ എന്ന് എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. അവിടെ നന്നാക്കണമല്ലോ എന്നൊരു അഭിപ്രായം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് തങ്ങൾപ്പാപ്പേറ്റ് നിൻ്റെ കുഞ്ഞുമോൻ്റെ എളാപ്പേറ്റ് ഞാൻ നല്ല ബന്ധമാണ്, മുതാപ്പേറ്റ്, ഞാൻ പോയി ഒപ്പിട്ട് കൊണ്ടുവരാം, പള്ളിയാണ് നന്നാക്കുക. നമ്മൾ ഇനി ഇത് കാത്തിക്കാൻ പറ്റില്ല, നമുക്ക് എല്ലായിടത്തും ജുമായി, എല്ലായിടത്തും പള്ളി നന്നായി. കാരണം ഞാൻ ആ യോഗത്തിൽ നിന്ന് നീച്ചു പോയിട്ട് തങ്ങൾപ്പാപ്പൻ്റെ ലെറ്റർ ബെഡ് ഞാൻ തന്നെ എഴുതുക. ഇതിനുള്ള സ്വാതന്ത്ര്യം എനിക്കന്ന് ഉണ്ടായിരുന്നു. മൂപ്പര ഒപ്പ്, ഒരു അറബിയിലുള്ള ഒപ്പിട്ട് തന്നിട്ട് ഞാൻ അതേ കമ്മിറ്റി തീരുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പം ആ കമ്മിറ്റിക്ക് ഉണ്ടായുള്ളൊരു ആശ്വാസം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ രാജ്യം. നമുക്കറിയാലോ, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മേലങ്ങാടി പള്ളിയിൽ മദ്രസയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. മാനുവിൻ്റെ ആശയം മദ്രസയൊക്കെ നമുക്കറിയാലോ. പള്ളിയിൽ മാനു നേരത്തെ പറഞ്ഞ പോലെ വേറൊരു രീതിയിലാണ്, മദ്രസയിൽ വേറെ രീതിയിലാണ്. മദ്രസ വളരെ കൃത്യമായി ആ ആശയത്തിനനുസരിച്ച് അതിൻ്റെ രീതി അനുസരിച്ച് മാനു കൊണ്ടുപോകും. പള്ളിയിൽ യാതൊരു പ്രശ്നമില്ലാതെ എല്ലാവരും ഇമാമായും മാനു നിൽക്കുകയും ചെയ്യും. അതാണ് നേരത്തെ കുഞ്ഞുമോദങ്ങൾ പറഞ്ഞത്. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നഷ്ടം. ഇപ്പം മേലങ്ങാടി പള്ളിക്കൊക്കെ നമ്മളെ വാപ്പ മരിച്ചവരെയാണ്. വാപ്പ മരിച്ച കുറച്ച് കാലം നമുക്ക് അങ്ങനെയുള്ളൂ. വാപ്പ എമ്മയെ മരിച്ചു കഴിഞ്ഞാൽ പെരേക്ക് ചെല്ലാൻ വലിയ പ്രയാസമായിക്കാരം. ആദ്യം ഒരു എന്തോ നഷ്ടപ്പെട്ട ഒരു രീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച
നമ്മളാണ് ചെല്ലുമ്പോൾ മാനുവിൻ്റെ ആ ഒരു ഇതിങ്ങനെ നോക്കും. ഞാൻ സാധാരണ ഞാനൊക്കെ കുറച്ചൊക്കെ ബാക്കിലുണ്ടാല്. കഴിഞ്ഞ തവണ മുന്നിലിരുന്നിട്ട് കുറച്ചങ്ങോട്ട് അപ്പുറത്ത് കൂടെ കയറി മുന്നിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എന്താ ആ വിടവ് ഒരിക്കലും എത്താൻ കഴിയാത്ത വിടവാണ്. ഒരു സംശയമില്ല. മാനുവിൻ്റെ ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു മാനുവാണ് ആദ്യം മൈക്കെടുക്കുക നിസ്കാരം കഴിഞ്ഞാൽ. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് പറയും. പിന്നെ ആൾ പള്ളിൻ്റെ പുറത്തുണ്ട്, അവരെ സഹായിക്കണം, മയ്യത്ത് നിസ്കാരം തന്നെ ആളുകളുണ്ട്, അതിന് പങ്കെടുക്കണം. അത് കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും, അതിലും പങ്കെടുക്കണം. ഇങ്ങനെ രീതിയിലുള്ള ആ പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു മാനു. ആ മാനുവിൻ്റെ വിടവ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വലിയ വിടവാണ്. അപ്പം എന്നെ പോലത്തോരോടൊക്കെ സംസാരിക്കും. റഷീദിനോട് അത് പറയില്ല. റഷീദ് വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വേറെ ആദർശത്തിൻ്റെ ആളേക്കാരം. റഷീദിനോട് ആ കാര്യം പറയില്ല. റഷീദിനോട് പറയുന്നത് വേറെ ചില കാര്യം എന്നോട് പറയും. ആ കാര്യം കൂടി കൂട്ടി പറയും. ഞാൻ ആദർശത്തിൻ്റെ പൂർണ്ണമായ ആളല്ലെങ്കിൽ പോലും അതിൻ്റെ ആളാണ് എന്ന മൂപ്പര് മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് പറയും, നമ്മളെ പരിപാടിൻ്റെ കേട്ടോ ഉഷാറാക്കണം. അത് ഒരു വല്ലാത്ത കഴിവാണത്. എന്നല്ല പക്ഷെ മൂപ്പര് എന്നെ ആ രീതിയിൽ അങ്ങനെ ആക്കും. അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ ആക്കി മാറ്റും. അതിനൊരു പ്രത്യേകമായ കഴിവ് മൂപ്പർക്കുണ്ട്. പിന്നെ എപ്പോഴും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളോട് വലിയ സ്നേഹം മൂപ്പർക്ക്. അവിടെ ഈ നോമ്പിനൊക്കെ വയലു തരാൻ വരുമ്പം ഓരോ കൂടെ നിന്ന് അതൊക്കെ പറയിപ്പിച്ച് അതിനുള്ള എല്ലാ സംഗതികളും ചെയ്തു കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് മൂപ്പര് പറഞ്ഞേക്കുക. എല്ലാവർക്കും മാനുവിനും അറിയാം. മാനു നേരത്തെ നമ്മളങ്ങനെയുള്ളൂ, നമ്മളെല്ലാവർക്കും അറിയാം. നമുക്ക് അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞോളന്നില്ല. മാനുവിന് എല്ലാവർക്കും അറിയാം. പക്ഷേ മാനു നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അറിയുന്നത് പോലെ ഭാവിക്കും മാനു. അതാണ് ഒരു വലിയ പ്രത്യേകത. അതൊരു വലിയ പ്രത്യേകതയാണല്ലോ. സലാമൊക്കെ ചൊല്ലി പിന്നെ ഒന്ന് സംസാരിച്ച് മാനുവിന് ചിലപ്പോൾ ആരെ മോനാന്ന് പോലും ചിലപ്പോൾ മാനുവിന് അറിയില്ല. പക്ഷെ ആ ചേർത്ത് പിടിക്കൽ കണ്ടാൽ എന്താവും, ഞാൻ ആരെ മോനാന്ന് പോലും മാനുവിന് അറിയാം എന്നുള്ള ഒരു നല്ലൊരു ധാരണ ആ ചേർത്ത് പിടിക്കുന്നവരുണ്ടാവും. അതാണ് ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്തുക പറഞ്ഞാൽ. അപ്പം ഇന്ന് ഉസ്താദിൻ്റെ ക്ലാസ് കുറച്ച് സമയമാണ് ഞാൻ കേട്ടെങ്കിലും ഒരു മനുഷ്യനാകണം എന്നുള്ള ചിന്തയാണല്ലോ, ഒരു മനുഷ്യനെ തേടിയുള്ള യാത്രയാണല്ലോ, യഥാർത്ഥ മനുഷ്യനെ തേടിയുള്ള യാത്രയാണല്ലോ ഉസ്താദ് നടത്തുന്നത്. അങ്ങനെയുള്ള മനുഷ്യരിൽപ്പെട്ട ആളാണ് മാനു. മാനു ഒരു മുസ്ലിയാരാണ്, ഒരു കാളിയാണ്, ഒരു മുക്രിയാണ്. അതിനപ്പുറത്ത് സാമൂഹ്യ രംഗങ്ങളിൽ മാനുവിൻ്റെ പ്രവർത്തനം അതിലും വലുതാണ്. ഇപ്പോൾ നേരത്തെ വാവ് പറഞ്ഞല്ലോ, മദ്യവിരുദ്ധ സമിതിൻ്റെ യോഗത്തിൽ അങ്ങനെ ഒരു മൂല്യന്മാരൊന്നും പോയി ഇരിക്കണം ഞാൻ കണ്ടിട്ടില്ല. മൂപ്പര ആ താടിയൊക്കെ ആ സാറ് തോളിട്ടിട്ട് അവിടെ ഇരുത്ത ആ ഫോട്ടോ വലിയ രസമാണ്, അതിലുണ്ടാവും സംസാരിക്കാൻ. അതിനപ്പുറത്ത് വോട്ടേഴ്സ് വോയിസ് പറഞ്ഞാൽ പൊതുവെ നാട്ടിലുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങളിൽ ഒന്നും കൂടി ശ്രദ്ധ ചെലുത്താൻ വേണ്ടി, അതായത് ജനപ്രതിനിധികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഘടനയാണിത്. ഈ വോട്ടേഴ്സ് വോയിസ് തന്നെ കൊണ്ടോട്ടിയുള്ള സംഘടന, അതിൻ്റെ പ്രധാന പ്രവർത്തകരാണ് മൂപ്പർ. എല്ലാ യോഗത്തിലും മാനുണ്ട്. ഓലെ അനുസ്മരണ പരിപാടി കുടിയാറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിയിലും മാനുണ്ടാവും. അങ്ങനെ നാട്ടിലൊരു കല്യാണ പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു അടിപ്രശ്നം ഉണ്ടെങ്കിൽ, അതിർത്തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാ മേഖലകളിലും മാനു ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ഒരു ആശ്വാസമാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷം ചേർന്ന് നിൽക്കുമല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. രണ്ട് ആളുകൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഞാനും റഷീദോ അല്ലെങ്കിൽ ഞാനും കുഞ്ഞുമോനോ അല്ലെങ്കിൽ ഞാനും ഭാവിയോ രണ്ട് തർക്കം ആ തർക്കം ഉണ്ടാകുമ്പോൾ രണ്ട് പക്ഷത്തേക്കാണ്. പക്ഷേ ആ രണ്ട് പക്ഷത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ മാനുവിൻ്റെ പങ്ക് വലുതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഈ സദസ്സ് അങ്ങനത്തെ ആയതുകൊണ്ട്. മാനുവിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥനയിൽ ഒതുക്കിക്കൊണ്ട് മാനുവിൻ്റെ ആഹ്റം പടച്ച തമ്പുരാൻ വെളിവാക്കി കൊടുക്കട്ടെ, അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ, ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൊണ്ടോട്ടി നഗരസഭയുടെ കൗൺസിലർ, മേലങ്ങാടി വാർഡിലെ മെമ്പർ കൂടിയായ ബഹുമാനപ്പെട്ട റഷീദ് സാഹിബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ വകുപ്പിൻ്റെ ഒക്കെ മേധാവിയാണ്. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ ഉസ്താദന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനൂസ്ലിയാരെ കുറിച്ച് എല്ലാവരും പറയുകയുണ്ടായി. എനിക്കറിയാം, എനിക്ക് അദ്ദേഹത്തോട് അത്രയും അടുപ്പുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം അദ്ദേഹത്തോടൊപ്പം ഒരുപാട് നമ്മളെ പ്രദേശത്ത് മയ്യത്ത് പരിപാലനത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിന് ഞാൻ ഉണ്ടാവാറുണ്ട്. ആ ഒരു രീതിയിൽ അദ്ദേഹം എൻ്റെ ഒരു ഗുരുവര്യനും കൂടിയാണ്. കാരണം അദ്ദേഹം നമ്മളെ ഭാഗത്തൊക്കെ മരണമുണ്ടെങ്കിൽ ഫസ്റ്റ് പിന്നെ അവിടുത്തെ കൗൺസിലർ എന്ന നിലയ്ക്ക് നേരത്തെ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ അറിയിക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ മാനുസ്ലിയാരെ വിളിക്കും. മേലങ്ങാടി പള്ളിയിലാണെങ്കിലും മാനുസ്ലിയാർ, നമ്മളെ തക്കേക്കല പള്ളിയിലാണെങ്കിലും ഒക്കെ മാനുസ്ലിയാരെ വിളിക്കുക. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ എന്നോട് പറയും നമുക്ക് സുബൈൻ്റെ മുമ്പ് കുളിപ്പിക്കുക, ഈ എന്തായാലും വേണമെന്ന് പറയും.
കാരണം ഞാൻ മൂപ്പര ആ ഒരു രീതിയിലാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ മൂപ്പര അഭിപ്രായത്തിന് നമ്മൾ നിന്ന് കൊടുത്താൽ മതി. വേറെ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ എന്തായാലും വേണമെന്ന് പറയും. അങ്ങനെ ഒരുപാട് മയ്യത്തുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കുളിപ്പിക്കാനും അതിന് പിന്നെ കർമ്മങ്ങൾക്കും ഒപ്പം കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ പിന്നെ ഏറ്റവും ആഗ്രഹിക്കുന്നത് നല്ലൊരു മരണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഈ ജീവിക്കുമ്പോൾ തന്നെ ഏറ്റവും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലൊരു മരണം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ്. മാനുസ്ലിയാരെ സംബന്ധിച്ച് അള്ളാഹു ആ രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുള്ളത്. നമുക്കറിയാം, മേലങ്ങാടി നമ്മളെ മഹല്ലിൽ ഇന്നോളം കാണാത്ത അത്രയും ജനാവലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് നിസ്കരിക്കാനുള്ളത്. നമുക്കറിയാം, അവിടെ പിന്നെ പള്ളി 3 നിലയും കഴിഞ്ഞു, പള്ളിയുടെ ചുറ്റുവട്ടവും കഴിഞ്ഞു, ആ പരിസരത്തുള്ള റോഡിലും മൊത്തത്തിൽ അത്രയും ആളുകൾ നിസ്കരിക്കാൻ. നമ്മളൊന്നും ഇതുവരെ ഒരുപാട് മയ്യത്തിന് നമ്മളൊക്കെ നിസ്കരിക്കാൻ നമ്മൾ പോയിട്ടുണ്ട്. ഇത്രയും ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ജീവിത രീതി കൊണ്ട് തന്നെയാണ് പഠിച്ചോ ആ രീതി. അതുമാത്രമല്ല, തിങ്കളാഴ്ച രാവിലെയാണ് അദ്ദേഹം പിന്നെ മരണപ്പെട്ടത് എന്നുള്ളതും, ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസത്തിൽ പുണ്യമാക്കപ്പെട്ട ദിവസത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം പിന്നെ ആ മരണത്തിന് അർഹനാണ്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ പറ്റിയിട്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഒരു വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ. അപ്പോൾ ഞാൻ ആ രീതി അതിൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് റിലീഫിൽ, പിന്നെ റിലീഫിൽ നിന്നാണ് 8 മണിക്ക് പിന്നെ 8-8:15 റിലീഫിലേക്ക് എത്തി. റിലീഫിൽ മാനുസ്ലിയാരുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വരണേ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോയി. പോയപ്പോൾ നല്ല മേജർ അറ്റാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നമ്മൾ മെഡിക്കൽ പിന്നെ കോയമ്പര മക്കളൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്കറിയാം, മൊബൈൽ ആംബുലൻസ് വിളിച്ചു, പിന്നെ മെട്രോക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ തലേ ദിവസം 10-11 മണിക്ക് ഇപ്പോൾ നേരത്തെ ഇനി സൂചിപ്പിച്ചതുപോലെ അങ്ങാടിയിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. അവിടുന്ന് തലേ ദിവസം നമ്മൾ തോളും പിടിച്ചിരുന്ന് അവിടുന്ന് പിന്നെ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങി എല്ലാം. മുപ്പരെണ്ണ വളരെ ഏതൊരു പിന്നെ വിഷയം ഉണ്ടെങ്കിലും നമുക്കൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുമ്പോൾ വളരെ രസകരമായിട്ടാണ് മറുപടി പറയാം. എല്ലാത്തിനും ഒരു ഫത്വ മാനുസ്ലിയാരുടെ അടുത്തുണ്ടാവും. എന്തൊരു സംഗതിക്കും നമ്മൾ വലിയ ഗൗരവത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ച് ആ ഒരു രീതിയിൽ അത് മയപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് അതിനുള്ള ഫത്വ തരാം. അങ്ങനെ എല്ലാ രീതിയിലും അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹം പിന്നെ ഒരു കോൺഗ്രസിൻ്റെ പിന്നെ അവിടുത്തെ മേലങ്ങാടിയിൽ ലീഡേഴ്സ് എന്നോട് പറഞ്ഞു, പിന്നെ ആ സമയത്ത് ആ മെമ്പർഷിപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ചോദിച്ച് പറഞ്ഞ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് വാങ്ങിക്കലുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ പ്രാസ്ഥാനികമായിട്ട് നമുക്കറിയാം പിന്നെ ആ രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലോ പ്രദേശത്തോ അങ്ങനെ അദ്ദേഹത്തോടൊരു അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ആർക്കും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നു, വലുപ്പം ചെറുപ്പമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. അപ്പോൾ ഞാനും പിന്നെ ഉമ്മാനോട് ആരും മരിച്ചാലൊന്നും പറയാറില്ല. അപ്പോൾ ഞാനിങ്ങനെ മാനുസ്ലിയാർ മരിച്ച് അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ, എത്ര കാലമായാലും അദ്ദേഹത്തിൻ്റെ ബാങ്ക് നമ്മൾ കേൾക്കണേ, ഇനിയിപ്പോൾ എങ്ങനെയാണ് ബാങ്ക് കേൾക്കുക. പിന്നെ മാനുസ്ലിയാരെ നമുക്കറിയാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഒരു പ്രത്യേക ആ ഒരു ശൈലി നമ്മളൊന്നും പിന്നെ വേറെ ഏത് ബാങ്ക് കേട്ടാലും നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. അദ്ദേഹത്തിന് നമ്മളൊക്കെ ഉണർത്തുന്ന ബാങ്ക് അദ്ദേഹത്തിൻ്റെതാണ്. ആ സുബൈക്ക് ആ ഒരു പിന്നെ അയ്യാലൽ ഫലാ എന്ന് പറയുമ്പോൾ അത് ആ സ്ഫുടതമായ രീതി. ഇപ്പം നമുക്കറിയാം മയ്യത്ത് ഇപ്പം നമ്മളൊരുപാട് പള്ളിയിൽ പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ട, പക്ഷെ നമ്മളെ മേലങ്ങാടി പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന് ആ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സംസാരമുണ്ട്. അത് ഞങ്ങളൊക്കെ മനസ്സിലേക്ക് വേറെ പള്ളിയിൽ പിന്നെ വേറെ ഉസ്താദന്മാർ നമുക്ക് കിട്ടില്ല. അത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ ആ രീതിയിൽ അദ്ദേഹം പിന്നെ പ്രതിപാദിക്കും. അതൊക്കെ വലിയൊരു പിന്നെ അത് നമുക്കറിയാം, നമ്മളെ ഇടയിൽ ഒരു സാധാരണക്കാരനായിട്ട് ജീവിച്ചപ്പോൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ നിര്യാണിക്ക് മീതെയുള്ള തുണിയും ആ ജുബയും ആ തൊപ്പിയും തലയിൽ കെട്ടും ആ വലിയ താടിയും ആ നീളം കുപ്പി. നമ്മളിപ്പോൾ ഒരു മതേതരവാദിയൊക്കെ ആയിട്ട് നടക്കുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ നമ്മൾ ഇസ്ലാമിക വേഷങ്ങളൊക്കെ ഒഴിവാക്കിയാണ്ട് അല്ലെ താടി ഒഴിവാക്കിയാണ്ട് ഒക്കെ നമ്മളൊക്കെ നടക്കുക. പല ആളുകളും പല സദസ്സിലും പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏതൊരു വേദിയിലേക്കും ഏതൊരു സദസ്സിലേക്കും എന്തിലേക്കും കയറിച്ചിട്ടും ആ ഇസ്ലാമിക ആ വേഷത്തിൽ ആണ് അദ്ദേഹം മുന്നോട്ട് പോവുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ അത്രയും സാധാരണക്കാരനായി പിന്നെ ജീവിച്ച അദ്ദേഹം ഇത്രയൊരു മഹാനായി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇത്. പടച്ച റബ്ബ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം നാളെ നമ്മളെല്ലാവരെയും അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനമായതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ധാരാളം ആളുകൾ ഇവിടെ വന്നവർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ICF നേതാക്കളായ അദ്ദേഹത്തിൻ്റെ മരുമകൻ അഷ്റഫുണ്ട്, അതുപോലെ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ ബന്ധുവുണ്ട്, അവരൊക്കെ പ്രസംഗിക്കാനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വ്യാപാരി വ്യവസായി, അതുപോലെ മാർക്കറ്റിലെ ആളുകൾ, അതുപോലെ പോലീസ് സ്റ്റേഷൻ, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും പ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും സമയം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മാനു മുസ്ലിയാരെ കുറിച്ച് ഇനി കൂടുതൽ പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. അത്രയും മനസ്സിൽ തട്ടിയ വാക്കുകൾ. ആരായിരുന്നു മാനു മുസ്ലിയാരെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിവരണങ്ങൾ കഴിഞ്ഞു. മാത്രമല്ല, നേരം വൈകിയിട്ടുണ്ട്. ഇനിയും നിങ്ങളെ പിടിച്ചിരുത്തുന്നത് ശരിയല്ല. 25 കൊല്ലം മുമ്പാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. 23 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഒരു ഖത്മ് തീർത്തു. അന്ന് മാനു മുസ്ലിയാർ ആദരിക്കപ്പെട്ടു. 2 കൊല്ലമാകുമ്പോഴേക്ക് മാനു മുസ്ലിയാർ നമ്മോട് വിട പറഞ്ഞു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. ഈയിടെ അടുത്തായിട്ടാണ് മാനു മുസ്ലിയാരെ കുറച്ച് കാണൽ കുറവുള്ളത്. ആദ്യകാലത്തൊക്കെ ക്ലാസ്സിന് തന്നെ മാനു മുസ്ലിയാർ വന്നിരുന്നു. ഫസ്റ്റിലൊക്കെ ഒരുപാട് വർഷങ്ങളോളം ക്ലാസ്സിന് വന്ന ആളാണ്. അങ്ങനെ വന്നിരിക്കും. ഞാനൊക്കെ നേരത്തെ ഇവരിവിടെ പറഞ്ഞതുപോലെ എൻ്റെ 24-ാമത്തെ വയസ്സിലായി ക്ലാസ് തുടങ്ങിയത്. ഇപ്പം 49 വയസ്സായി. എല്ലാ ഞായറാഴ്ചയും ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കും. ഈ തൂണിന് ചുറ്റും ഒരു 9 പേരെ കൊണ്ട് തുടങ്ങിയ പരിപാടിയാണിത്, ആദ്യത്തെ ക്ലാസ്. എന്നാൽ ഇന്ന് അത് വളർന്ന് ഈ ഒരവസ്ഥയിൽ അൽഹംദുലില്ലാ എല്ലാ ഞായറാഴ്ചയും നമ്മൾ സംഗമിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എപ്പോഴും അവരൊക്കെ പറഞ്ഞിരുന്നത് ഇതിനായിട്ട് വരുന്ന ആളുകളാണെന്നുള്ളതാണ്. തക്കാളി വാങ്ങാൻ അങ്ങാടി വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതല്ല എന്നർത്ഥം. കാരണം സുബഹിക്ക് ഇവിടെ എത്തണമെങ്കിൽ ഇതിനായിട്ട് വരണം. സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഉടനെ പുറപ്പെട്ടെങ്കിലേ ഇവിടെ എത്തുള്ളൂ. അപ്പം അങ്ങനെ എത്തിപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ. അതിൽ എത്രയോ സമയം മാനു മുസ്ലിയാരുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ 24-ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിത്തം ഉണ്ടാവുമല്ലോ. ആ ക്ലാസ്സിന് ഞാൻ വരുമ്പോൾ ഇത്ര വലിയൊരു ഉസ്താദിനെ കാണുമ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ പേടിയായിരുന്നു. കാരണം മാനുലിയേറെ താടിയായിരുന്നു ആ പേടിക്ക് കാരണം. അത് കണ്ടവർക്കൊക്കെ അറിയാലോ. മാനു മുസ്ലിയാർ അത്രയും വലിയൊരു താടിയുള്ള ഒരാൾ നമ്മുടെ ക്ലാസ് വന്നിരിക്കുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. അങ്ങനെ ഞാനൊരിക്കലും ഒരു ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് പേടിച്ചേണ്ടത് ഈ താടി തന്നെ ഉള്ളൂ എന്ന്. ഈ റൂമിൽ നിന്ന് ഒരിക്കങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാനൊരു പ്രയാസമുണ്ട് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ വാക്കാണത്. ഒരു പേടിയും പേടിക്കണ്ട, ഇത് ഈ താടി തന്നെ ഉള്ളൂ, ഇതുമ്മലാണ് എൻ്റെ പോക്കുക. അപ്പോൾ അതുകൊണ്ട് അത് അവരാ പറഞ്ഞത്. അതുകൊണ്ടാണ് സദസ്സുകളിലൊക്കെ മൂപ്പർക്ക് വലിയ അംഗീകാരം കിട്ടുന്നത്. കാരണം വലിയ ഹൈബത്ത് വക്കാറ് പറഞ്ഞാൽ നല്ല ഗാംഭീര്യം. ഒരാളെ കാണാൻ ഗാംഭീര്യം ഉണ്ടാകുക പറഞ്ഞ ഒരു സംഭവമാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടവർ മുടി നരച്ചപ്പം ഒരു മുടി 2 മുടി ഇങ്ങനെ നരച്ചു. അതിങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്രേ, എന്താ പഠിച്ചോനെത്? കാരണം അത് നിരക്കുമ്പോൾ അങ്ങനെയാണല്ലോ. എന്താണിത് എന്ന് ചോദിച്ചപ്പം ഉടനെ തന്നെ അല്ലാഹു തആല പറഞ്ഞത്രേ, ഹാദാ വഖാറുൻ ലക യാ ഇബ്രാഹിം. ഇബ്രാഹിം, ഇത് നിങ്ങൾക്കൊരു ഗാംഭീര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്രേ, ഗാംഭീര്യമാണെങ്കിൽ എന്താ പിന്നെ മുഴുവൻ അടു വെളുത്തോട്ടെ എന്ന്. അതൊരു കാര്യപ്പെട്ട സംഗതിയാണെങ്കിൽ മുഴുവൻ അങ്ങ് വെളുത്തോട്ടെ എന്ന്. ആ രാത്രിയോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഴുവനും നരച്ചു. പിറ്റേന്ന് രാവിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ
ഇന്നലെ കണ്ടപ്പോൾ എഴുന്നേറ്റ് കാത്തോലൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞത്രേ, ഇപ്പം ബോധ്യപ്പെട്ടു പഠിച്ചോനെ ഇത് വക്കാർ തന്നെയാണ്. കാരണം ഇവരിന്നലെ വരെ എന്നെ അങ്ങനെ ബഹുമാനിച്ചിട്ടില്ല, ഇന്ന് ഈ നരച്ച താടി കാണുമ്പോൾ ഇവർ ബഹുമാനിക്കുന്നുണ്ട് എന്നതുപോലെ അള്ളാഹു കൊടുത്ത വലിയൊരു അംഗീകാരമാണ് നീണ്ട താടി, നരച്ച താടി രോമങ്ങൾ. അതൊരു വല്ലാത്ത ഭംഗിയായിരുന്നു കാണാൻ. ഇവരിവിടെ പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം ഊന്നി പറയുന്നു. മുത്തുനബി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലയാള് അംഫഉക്കും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള ആളാണ് നിങ്ങളിൽ ഏറ്റവും അഖിയറായ ആൾ, ഏറ്റവും ഹൈറായ ആൾ. അത് വല്ലാത്തൊരു വാക്കാണ്. അത് മാനു മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം ഒരു 3 പേരുടെയും സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കുഞ്ഞുമോൻ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല, പറഞ്ഞില്ലെങ്കിലും ആ കണ്ണീരിലൂടെ മാനു മുസ്ലിയാരുടെ മധുഹുകൾ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. നാട്ടിനുപകാരമുള്ള ഒരു മനുഷ്യൻ വിടവാങ്ങുക എന്ന് പറഞ്ഞാൽ അത് നാട്ടിലെ അതും ജാതി മത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാൾ. ഇപ്പം പറഞ്ഞല്ലോ, എല്ലാവരോടും അറിയുന്നത് പോലെ സംസാരിക്കുന്നു. ഇസ്മായിൽ ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നെല്ലിക്കുത്ത് ഉസ്താദ് അങ്ങനെയായിരുന്നു. എല്ലാവരോടും ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ സംസാരിച്ചു. അപ്പോൾ മൂപ്പരോട് സംസാരിച്ചു, ഉസ്താദ് തിരിച്ചും സംസാരിച്ചു. അയാൾക്ക് നല്ല സന്തോഷമായി. ഉസ്താദ് അദ്ദേഹത്തെ നന്നായിട്ട് അറിയുന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിനത് ഫീൽ ചെയ്തത്. അങ്ങനെ ഉസ്താദ് പോയപ്പോൾ പറഞ്ഞു, ഏട്ടാ ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ പോയ ആളാരാണ്. ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയാണ്, ഞാൻ എല്ലാവരോടും പെരുമാറല്. ചിലപ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ഓതിയ കുട്ടികൾ തന്നെ ഇക്കാരം, അല്ലെങ്കിൽ നല്ല പരിചയമുള്ളവരായിരിക്കും. അപ്പോൾ അവിടെ തന്നെ അല്ലേ എന്നാണ് ചോദിക്കലാണ്. അവരെവിടെ ഉസ്താദേന്ന് ചോദിച്ചാൽ ഞാൻ കുടുങ്ങുമെന്ന് ഉസ്താദ് പറഞ്ഞു. എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ കുടുങ്ങും, ഞാൻ അവിടെ തന്നെ അല്ലേ എന്നാണ് ചോദിക്കലാണ്. അപ്പോൾ അയിമലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതാണ് പോകലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഒരു ഹദീസിൽ കാണാം, ആരോട് മുത്തുനബി സംസാരിക്കുകയാണെങ്കിലും എന്നോടാ കൂടുതൽ ഇഷ്ടം എന്ന് തോന്നിയിരുന്നു. ഹബീബിന് എന്നോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുമായിരുന്നു. അത് മാനു മുസ്ലിയാർക്കും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞത്. ഏത് ചെറിയ കുട്ടിയെ ചേർത്ത് പിടിക്കുമ്പോഴും എൻ്റെ വാപ്പാനും എൻ്റെ തറവാടൊക്കെ അറിയും. കാരണം പ്രത്യേകിച്ച് അത്രയും നീണ്ടകാലം സേവനം ചെയ്ത ഒരാളാവുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനു മുസ്ലിയാർക്ക് നമുക്കിടയിൽ ഇനി ആ മാനു മുസ്ലിയാരെ കാണാൻ കഴിയില്ല. അള്ളാഹു പകരക്കാരനെ നൽകട്ടെ. അള്ളാഹു അവർക്ക് ഖബറിൽ എല്ലാവിധ സന്തോഷങ്ങളും നൽകട്ടെ. മുസ്ലിയാരെന്ന് അവർ പറയാറില്ലായിരുന്നു, മാനു എന്നാ പറയലെന്ന് പറഞ്ഞു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ദൂരെ നിന്ന് ഇടപഴകുന്നവരുണ്ടായിരുന്നു, അടുത്തിടപഴകുന്നവരുണ്ടായിരുന്നു. സ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇദസ്ദാദത്തിൽ മഹബ്ബത്തു സഖതത്തിൽ കുൽഫ, അങ്ങനെ ഒരു വാക്കുണ്ട്. അറബിയിലുള്ള ഒരു ആപ്തവാക്യമാണത്. സ്നേഹം വർദ്ധിച്ചാൽ പിന്നെ റിസ്ക് ഒഴിവാകുന്നതാണ് അതിൻ്റെ അർത്ഥം. സഖതത്തിൽ കുൽഫ. പിന്നെ അവിടെ മൂല്യാരും തങ്ങളും ഉസ്താദൊന്നും വിളിച്ചോളുന്നില്ല, പിന്നെ വലിയ അടുപ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, ഒരു എടാപോട സ്റ്റൈലുണ്ടല്ലോ, അത് വളരെ ഇഷ്ടമായിരിക്കും പലർക്കും. അങ്ങനെയായിരിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ എന്നെ ബഹുമാനിച്ച് ഉസ്താദ് എന്ന് വിളിക്കുമ്പം എനിക്കവർ നീ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അതങ്ങനെയാണ് അതിൻ്റെ അപ്പോഴാണ് ആ ഒരു പഴയ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓർമ്മ വരിക. അതതിൻ്റെ ഒരു സംഭവമാണ്. അപ്പം എന്നതുപോലെയാണ് സത്യത്തിൽ ആ അടുപ്പം കൊണ്ടാണ് ആ ചെറിയ കാലത്ത് നമ്മൾ എന്താണോ അഭിസംബോധന ചെയ്ത് അതെന്നെ ഇങ്ങനെ പറഞ്ഞു പോരുന്നത്. കാരണം ആ മാനു എന്ന വിളി അവിടെ ദായിമാകാൻ കാരണം 16-ാമത്തെ വയസ്സ് തൊട്ട് അവിടെ ഹാദിമായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അത്രയല്ലേ വിളിക്കുള്ളൂ. അന്ന് ആ വിളിച്ച് കേട്ടത് ആളുകളൊക്കെ വിളിക്കും, അതെല്ലാവരും. ഓമനപ്പേരുകളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ആ ഓമനപ്പേരിൽ അറിയപ്പെടുന്നവർ പിന്നെ അതിൻ്റെ കൂടെ മറ്റൊന്നും ചേർക്കാതെ തന്നെ ചെറുപ്പം മുതലേ നാട്ടിൽ അറിയപ്പെട്ടവർ അങ്ങനെ അങ്ങ് പോരും. ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടുന്നില്ല, ദീർഘിപ്പിച്ചു കൊണ്ടുപോകേണ്ട സമയമല്ല. 25 കൊല്ലം പിന്നിട്ടു. ഇനിയും ധാരാളം ആളുകൾ, കൊണ്ടോട്ടിയുടെ പരിസരത്തുള്ളവർ, ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്നവരൊക്കെ അവിടെ ഉണ്ട്. ഇനിയും ഈ കൊണ്ടോട്ടിയുടെ തൊട്ടടുത്ത പരിസരക്കാർ ഒരുപാട് ആളുകൾ എൻ്റെ അഭിപ്രായ ക്ലാസ് അറിയാത്തവർ തന്നെ ഉണ്ടാകും, അറിഞ്ഞവരും ഉണ്ടാകും. അവരിലേക്കൊക്കെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ എത്തിക്കണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത
വ്യാഴാഴ്ച 15-ാം തീയതി പരിശുദ്ധ ഉംറക്ക് വേണ്ടി പുറപ്പെടുന്നു. ഞാനും എൻ്റെ ഭാര്യയും ചെറിയൊരു മോളുണ്ട്, പെങ്ങളുണ്ട്, അതോടൊപ്പം ഒരു 10-40 ആളുകൾ ഉള്ള ഒരു സംഘത്തിലാണ് പോകുന്നത്. നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരാൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതുപോലെ ദ്വാരക്കാൻ ഇന്നലെയും മിനിയാന്നൊക്കെ അഭ്യർത്ഥിച്ചവരുണ്ട്. നിങ്ങളാരും പറയണ്ട, പറയാതെ തന്നെ കൊണ്ടോട്ടി ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്നെ ഞാനാക്കിയ ക്ലാസ്സാണ്. എനിക്ക് ആ ബോധം നല്ലോണം ഉണ്ട്. കാരണം ഞാൻ ഒന്നും അല്ലാതെ കിടക്കുമ്പോഴാണ് പറയിട്ടാൽ ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിന് വേണ്ടി കൊണ്ടുവന്ന് ഒരു 9 പേരെ കൊണ്ട് തുടങ്ങിയ ക്ലാസ്. പിന്നെ അത് വളർന്ന് പന്തലിച്ച് കേരളത്തിലുടനീളം, കേരളത്തിൻ്റെ അകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലടക്കം നമുക്ക് ഖുർആൻ പ്രഭാഷണ വേദികൾ ഒരുക്കിയത് കൊണ്ടോട്ടിയിലെ മസ്ജിദുൽ ഫത്തഹിലെ ക്ലാസ്സാണെന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 ഹറമുകളിൽ വെച്ചും ദുആ ചെയ്യും. എൻ്റെ യാത്ര വിജയിക്കാൻ, ഹാജിമാർക്കുള്ള ഹിദ്മ കബൂലാകാൻ, അത് മട്ടത്തിൽ അവർക്ക് തൃപ്തിയാകുന്ന രൂപത്തിൽ ചെയ്യാൻ നിങ്ങളും, എൻ്റെ ഒരു ശിഷ്യനും കൂടെ എൻ്റെ കൂടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. അബ്ദുള്ള സഖാഫി പയ്യോളി എൻ്റെ അടുത്ത് ഓതിപ്പടിച്ച, ഫുള്ളായിട്ട് എൻ്റെ അടുത്ത് ഓതിപ്പടിച്ച കുട്ടിയാണ്. ആ കുട്ടിയും എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൽ നടക്കും. പിന്നെ നിങ്ങളുടെ ദുആ പിന്തുണ എന്തായാലും വേണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. ഇന്നൊരാൾ കണ്ണിന് കാഴ്ചയില്ലാത്ത, കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ, ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആൾ ദുആ ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച ഏൽപ്പിച്ചിരുന്നു. നമ്മൾ ദുആയിരുന്നിരുന്നു. ഇന്നും അത് വളരെ കുറച്ച് വിഷമത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാ, നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. പഠിച്ചവനെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെയൊക്കെ അസുഖങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഇന്നിവിടെ വന്ന അതിഥികൾക്കടക്കം, ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും റബ്ബേ നീ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരുടെ മക്കൾ, കുടുംബങ്ങൾ, അവർക്കൊക്കെ നീ ക്ഷമ നൽകണേ അല്ലാ. അവർക്ക് നീ കൂടുതൽ ഖൈറ് നൽകണേ അല്ലാ. ഇന്നത്തെ ചായ നൽകിയത് തോട്ടോളി അനസിൻ്റെ വകയാണ്. അതായത് തോട്ടോളി സെയ്തുക്ക നമ്മുടെ ക്ലാസ്സിലെ മെമ്പറായിരുന്നു. അവരുടെ ആണ്ടിൻ്റെ സമയമാണ്. അപ്പം മോന് നൽകിയിരിക്കുകയാണ്. സൗദിയിലുള്ള ഖുർആൻ ക്ലാസ് പഠിതാവ് ഷാഫി കണ്ണൂർ, ഒരു ചെറിയ അസുഖമുണ്ട്, ദുആ ചെയ്യണം എന്നറിയിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്ര ആളുകളാണെങ്കിൽ നിങ്ങളൊക്കെ ഓരോ ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിനെ ഓൺലൈനിലൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10,000-15,000 ആളൊക്കെ അൽഹംദുലില്ലാ ഇത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അള്ളാഹു കബൂലാക്കട്ടെ. മേലങ്ങാടി മഹലിൻ്റെ പ്രസിഡന്റ് എണ്ണി അവർ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അവരുടെ ഉമ്മ അടുത്ത് മരണപ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ സമയമില്ലാത്തത് കൊണ്ടാണ്, അവരൊക്കെ സംസാരിക്കേണ്ടവരായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അവർക്കും അതിൽ വിഷമമുണ്ടാവില്ല. കാരണം ഈ ആളുകൾ 6:45 വന്ന് ഇവിടെ ഇരിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവരെ നീട്ടിക്കൊണ്ടുപോയി 8:45 ഇനിയും നീട്ടിയാൽ സമയം വളരെ വൈകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ ഉമ്മക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. മാനു മുസ്ലിയാരുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. പഠിച്ചവനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ മാനു മുസ്ലിയാരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ജീവിതകാലത്തോടി നടന്ന് ചെയ്ത സേവനങ്ങളൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹബത്തുള്ള മനുഷ്യനായിരുന്നു. അല്ലാ, മഹബത്ത് കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാ, മഹബത്ത് കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാ, മഹബത്ത് കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാ. യാ അല്ലാ, നീ ഖൈറ് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പഠിച്ചവനെ, 2 ഹറമുകളിൽ വെച്ച് ദുആ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ.
പടച്ചോനെ എല്ലാവർക്കും വേണ്ടതൊക്കെ എല്ലാവർക്കും ചോദിച്ചു വാങ്ങാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ നിന്റെ ഹബീബിൻ്റെ ചാരത്ത് സന്തോഷത്തിലെത്തിച്ചു തരണേ അല്ലാഹ്. പടച്ചോനെ ആ ഹബീബിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഹബീബിനോട് സലാം പറഞ്ഞ് ഈ പാവപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഇഖ്വാനിങ്ങൾ സുഹൃത്തുക്കൾ പടച്ചോനെ ഇവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ നീ എല്ലാ തൗഫീഖും നൽകണേ അല്ലാഹ്. പടച്ചോനെ ഇന്നിവിടെ പങ്കെടുത്ത ഗസ്റ്റുകളടക്കമുള്ളവർ അവർക്കൊക്കെ നീ എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. രോഗങ്ങൾ സുഖപ്പെടുത്തണേ അല്ലാഹ്. നേരത്തെ പറഞ്ഞ കണ്ണിന് കാഴ്ചയില്ലാത്തവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. പടച്ചോനെ നീ പരിപൂർണ ശിഫ ആജിലായി നൽകണേ അല്ലാഹ്, ആജിലായി നൽകണേ അല്ലാഹ്. പടച്ചോനെ അർഹമുർ-റാഹിമായ റബ്ബേ, മാനുമുസ്ലിയാരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണം റഹ്മാനെ. പടച്ചവനെ നിന്റെ റഹ്മത്തിന്റെ വാതിൽ നീ ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ വേദിയിൽ നിന്ന് ദുആ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സന്തോഷിപ്പിക്കണേ അല്ലാഹ്, സന്തോഷിപ്പിക്കണേ അല്ലാഹ്. മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുമ്പം മലക്കുകൾ കയറി വന്ന് സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും ഫനിഅമ ഉഖ്ബത്താർ എന്ന് പറഞ്ഞിട്ട് ആശീർവദിക്കുമെന്ന് നിന്റെ സൂറത്തുർ റഅദിൽ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാനുമുസ്ലിയാരും ഇവിടെ നിന്ന് തന്നെ കേട്ടതാണ്, ഞങ്ങൾ പലപ്പോഴായി പറഞ്ഞതാണ്. പടച്ചോനെ ആ മഹാഭാഗ്യം അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ കുടുംബത്തിനും മക്കൾക്കും തരണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിലെ ഒരു മെമ്പറെ പോലും നരകത്തിൻ്റെ വിറകാക്കല്ല അല്ലാഹ്, നരകത്തിൻ്റെ വിറകാക്കല്ല അല്ലാഹ്, നരകത്തിൻ്റെ വിറകാക്കല്ല അല്ലാഹ്. പടച്ചവനെ നാളെ സ്വർഗത്തിൽ നിന്ന് സലാം ചൊല്ലി പരസ്പരം കണ്ട് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് ഒരുമിക്കാൻ മാനുമുസ്ലിയാർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് അവസരം നൽകണേ അല്ലാഹ്, കുടുംബത്തിന് അവസരം നൽകണേ അല്ലാഹ്, മക്കൾക്ക് അവസരം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈ ക്ലാസ് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ഞങ്ങൾക്ക് ആയുസ് കിട്ടിയാൽ അതിനൊരു കണക്കുണ്ട്. 19 വയസ്സായില്ലേ പഠിച്ചവനെ, ഉള്ള കാലത്ത് ഭംഗിയായി നിർവഹിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. യാ അല്ലാഹ്, നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ, രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുത് റഹ്മാനെ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ദുആ വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ച പലരുമുണ്ട്, അവർക്കൊക്കെ നീ എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ അല്ലാഹ്. സയ്യിദുഖയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഷാഫി കണ്ണൂര് അവരുടെ അസുഖം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ ദുആ ആവശ്യപ്പെട്ട പലരും കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയുമൊക്കെ പറഞ്ഞിരുന്നു, അവർക്കൊക്കെ അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇന്ന് സംഭാവനകൾ നൽകി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെ സംഭാവനകളൊക്കെ കബൂലാക്കണേ അല്ലാഹ്. ഇനി സംഭാവന തരാൻ ഉദ്ദേശിക്കുന്നവരുടേതും കബൂലാക്കണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ബീരാമാഷ് ഒന്ന് വീണായിട്ട് ചെറിയ പരിക്കേറ്റ് കിടക്കുകയാണ്. അല്ലാഹു തആല ഷിഫയാക്കി കൊടുക്കട്ടെ, ഷിഫയാക്കി കൊടുക്കട്ടെ, പെട്ടെന്ന് അല്ലാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.